ഈ പ്രായമായവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖം തിമിരം. ഇത് വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് സാധാരണയായി ലോകത്തെമ്പാട് ഏറ്റവും ചെയ്യപ്പെടുന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് തിമിരത്തിന്റെ ഓപ്പറേഷനാണ്. അത് വളരെ സേഫ് ആയത് കൊണ്ടും 99% സക്സസ് റേറ്റ് ഉള്ളത് കൊണ്ടുമാണ് ഇത്രയും അധികം തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ തിമിരം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രായമാവുന്ന അനുസരിച്ച് കണ്ണിൻ്റെ അകത്ത് സുതാര്യമായ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസാണ് നമ്മൾ അകത്തെ കാഴ്ച അടുത്ത കാഴ്ചയിൽ ഫോക്കസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലെൻസിന്റെ സുതാര്യത, അതായത് നമ്മുടെ ഇപ്പൊ ക്യാമറ ലെൻസിന്റെ പുറത്ത് അഴുക്ക് പറ്റുന്നത് പോലെ ഈ ലെൻസിന്റെ സുതാര്യത കുറഞ്ഞു വരുന്നത്, നഷ്ടപ്പെടുന്നതിനാണ് തിമിരം എന്ന് പറയുന്നത്. ഇതൊരു 40 വയസ്സിൽ തന്നെ ഇപ്പോൾ പലർക്കും കണ്ടുവരുന്നുണ്ട്. 50 വയസ്സൊക്കെ ആകുമ്പോൾ മിക്കവരും കുറച്ചു പേർക്കെങ്കിലും ഓപ്പറേഷൻ വേണ്ടി വരാറുമുണ്ട്. ചിലർക്ക് കൊച്ചിലെ തന്നെ നവജാത ശിശു തൊട്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൂടുതലായും ചെറുപ്പക്കാരിൽ ഇപ്പം 10, 20, 25, 30 വയസ്സുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ തിമിരം ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല റിസൾട്ടും ഉണ്ട്. നമ്മൾ ആരംഭത്തിലെ കണ്ടുപിടിക്കുന്നത് കൊണ്ടും ഒന്ന്. 2, ഇവർക്കൊക്കെ വിഷ്വൽ റിക്വയർമെന്റ്, അതായത് നമുക്ക് അവരുടെ മൊബൈൽ കറക്റ്റായിട്ട് കാണണം, കമ്പ്യൂട്ടർ നോക്കണം, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് കാഴ്ച വളരെ അനിവാര്യമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള തിമിരം ആണെങ്കിൽ പോലും അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ആരംഭത്തിലുള്ള തിമിരമാണെങ്കിൽ നമ്മൾ രാത്രി വണ്ടി ഓടിക്കുകയാണെങ്കിൽ എതിരെ വരുന്ന ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് ചിന്നിച്ചെതിറിയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്, മൊബൈൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്, രാത്രി വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ കാരണമാണ് പലപ്പോഴും തിമിരം കുറച്ചേ ഉള്ളെങ്കിലും ആരംഭത്തിലേ ചെയ്യാൻ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പണ്ടൊക്കെ നമ്മൾ തിമിരം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ നമ്മൾ ലെൻസ് പോലും ഇടില്ല, അപ്പോൾ ഒരു കട്ടി കണ്ണടകൾ വെക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 10, 20, 25 വർഷമായിട്ട് കണ്ടാത്ത തിമിരം ചെയ്തിട്ട് അതിന് പകരം കൃത്രിമ ലെൻസ് ഇട്ടുള്ള ഓപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ലെൻസിൽ തന്നെ ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട്. കൃഷ്ണമണി വളവായിട്ടുള്ള അസ്റ്റിഗ്മാറ്റിസം കുറയ്ക്കാനായിട്ടുള്ള ടോറിക് ഇൻട്രാഓക്കുലർ ലെൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കാഴ്ചയും ദൂരക്കാഴ്ചയും ഒരേപോലെ തെളിഞ്ഞു വരുന്നിട്ടുള്ള മൾട്ടിഫോക്കൽ ലെൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 വർഷം 15 വർഷം മുമ്പ് ഇറങ്ങിയ മൾട്ടിഫോക്കൽ ലെൻസുകൾ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് രാത്രി ഓടിക്കുമ്പോൾ ഗ്ലെയർ ആയിട്ട് കാണുമായിരുന്നു, കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഗ്ലെയർ ആയിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ ടെക്നോളജി കുറെ കൂടെ അഡ്വാൻസ് ചെയ്തിട്ട് ഈ സൈഡ് ഇഫക്റ്റുകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മൾട്ടിഫോക്കൽ ലെൻസസും പിന്നെ ഒരു പുതിയൊരു കൂട്ടം ലെൻസസിനാണ് എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ്, അതായത് പൂർണ്ണമായും ദൂരം തൊട്ട് അടുത്ത് വരെ കാണാൻ ഒക്കില്ല എങ്കിലും ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും കണ്ണടകൾ ഉപയോഗിക്കാതെ തന്നെ കാഴ്ച കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്ന ഒരു വിഭാഗം ലെൻസുകൾക്കാണ് എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസുകൾ, EDOF എന്ന് പറയും. ഈ ലെൻസുകളുടെയും സ്വീകാര്യത ഒരുപാട് കൂടി വരുന്നത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തിമിര ശസ്ത്രക്രിയ ആരംഭത്തിൽ പോലും ചെയ്യാൻ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണ് നമ്മൾ ചെയ്തു, മറ്റങ്ങൾ അത്രത്തോളം തിമിരമില്ല എങ്കിൽ പോലും രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്ത കണ്ണ് കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും വളരെ ഏർലി ആയിട്ട് തന്നെ ഇപ്പോൾ ആളുകൾ തിമിരം ഓപ്പറേഷന് ഓപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് തിമിരം വന്നു കഴിഞ്ഞാൽ അത് തടയാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനോ ഒക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ തിമിരം ആരംഭത്തിലാണുള്ളത്, നമുക്ക് വിഷ്വൽ റിക്വയർമെന്റ്, നമ്മുടെ കാഴ്ചയുടെ ആവശ്യകത കുറച്ച് കുറവാണ്. അതായത് നമ്മളൊരു ഹൗസ് വൈഫാണ്, അത്യാവശ്യം വണ്ടി ഓടിക്കലോ രാത്രി വണ്ടി ഓടിക്കലോ ഒന്നുമില്ല, അത്യാവശ്യം കാഴ്ചയുണ്ട്. ഇപ്പോൾ വീട്ടിൽ നമുക്ക് കൂടെ നിൽക്കാൻ ആളില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലേ നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുള്ളൂ എന്നുള്ള സാഹചര്യമാണെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. ആരംഭത്തിലുള്ള തിമിരം ചിലപ്പോൾ 2, 3, 4, 5 വർഷം വരെ മാറ്റി വെച്ചാലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ അത്രയും നാളത്തേക്ക് മങ്ങൽ കാണുമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തിമിരം മാറ്റാനായിട്ടോ കുറയ്ക്കാനായിട്ടോ തുള്ളിമരുന്നുകളോ ഗുളികളോ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഡയബറ്റിസ് മൂലമുള്ള ആരംഭത്തിലുള്ള തിമിരമാണെങ്കിൽ നമ്മൾ ആ തിമിരത്തിന്റെ ഏറ്റവും ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് കണ്ടകത്തോട്ട് നോക്കുമ്പോൾ ലെൻസിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ വാട്ടർ വാക്യൂൾസ്, വെള്ളത്തിന്റെ കുമ്പള ഈ ലെൻസിന്റെ അകത്ത് കാണുന്നു. ഇതാണ് തിമിരത്തിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. ആ സമയത്ത് തന്നെ ഡോക്ടർ പറയുകയാണ് ഈ തിമിരത്തിന്റെ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ആക്കി വെച്ചാൽ ഈ ടൈപ്പ് തിമിരം കുറയാനും മാറാനുമുള്ള സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് ഷുഗർ ആഴ്ച 300, 400 ഉള്ളവർക്ക് അത് കാരണമാണ് തിമിരം വന്നതെങ്കിൽ ഷുഗർ കൺട്രോൾ ആകുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും അത് വ്യത്യാസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മൾ പ്രായത്തിൻ്റെതായിട്ട് വരുന്ന തിമിരം കൂടിക്കൂടിയേ വരുള്ളൂ, കുറഞ്ഞു വരില്ല. പിന്നെ ഒരു വശമുള്ളത് നമ്മൾ തിമിരം വന്നു കഴിഞ്ഞ് കുറേ വർഷങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ തിമിരം നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ വർഷങ്ങളോളം കാത്തിരുന്ന് കഴിഞ്ഞാൽ അത് മെച്യൂർ എന്നുള്ള സ്റ്റേജിലോട്ട് മാറും. അതായത് തിമിരം ഒരു ലെൻസിന്റെ സുതാര്യമായ ലെൻസ് ഒരു ഭാഗത്ത് നിന്ന്
മൊത്തം ലെൻസിലോട്ട് വ്യാപിക്കുന്ന അവസ്ഥയ്ക്കാണ് മെച്യൂർ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിഴല് പോലെ കാഴ്ച കാണാൻ ഒക്കുള്ളൂ. എന്നിട്ടും തിമിരം ചെയ്യാത്തവർക്കാണ് ഹൈപ്പർ മെച്യൂർ, അതായത് മെച്യൂർ സ്റ്റേജും കഴിഞ്ഞ് ഹൈപ്പർ മെച്യൂരിലോട്ട് പോകുമ്പോൾ ഈ കട്ടിയായിരിക്കുന്ന തിമിരം കണ്ണിൻ്റെ അകത്ത് ലിക്വിഡായിട്ട് പൊട്ടിപ്പോകാനും കണ്ടകത്ത് ക്രമാതീതമായി പ്രഷർ കൂടാനും ഈ പൊട്ടിയ തിമിരം കണ്ട് മുമ്പോട്ട് വന്ന ഫേക്കോമോർഫിക് ഗ്ലോക്കോമ എന്നും ഫേക്കോലൈറ്റിക് ഗ്ലോക്കോമ എന്നും, അതായത് തിമിരം മൂലം മുറ്റി പൊട്ടി ഉണ്ടാകുന്ന പ്രഷർ, അതിയായ വേദനയും ചുവപ്പുമായിട്ടായിരിക്കാം അത് അനുഭവപ്പെടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കാഴ്ച നല്ല രീതിയിൽ തിരിച്ചു കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിമിരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് അഭികാമ്യം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മെച്ചുറും ഹൈപ്പർ മെച്ചുറും ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഒക്കെ വളരെ കുറച്ച് പേര് ഇങ്ങനെ വരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ കോവിഡ് സമയത്ത് കുറച്ചധികം പേർക്ക് തിമിരം മാറ്റിവെക്കുന്ന ഡിലേ ആയതുകൊണ്ട് ഒരുപാട് അതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഇപ്പോൾ കോവിഡിന്റെ പാൻഡമിക്കും കാര്യങ്ങളൊക്കെ മാറി, അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് മുമ്പോട്ടും ഇപ്പം ചെയ്യാൻ പറ്റിയൊരു സമയം ആണ്. ആ രീതിയിൽ നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും. തിമിരം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യണമെന്നില്ല, പക്ഷെ നേരത്തെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളത്.